കോടാലി എസ് എൻ ട്രസ്റ്റിന് കീഴിലുള്ള ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിന്റെ 25ാം വാർഷികാഘോഷവും നിർമ്മാണം പൂർത്തിയാക്കിയ സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 നടക്കുന്ന ഗുരുപ്രഭ 2K25 വാർഷികാഘോഷം ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി MV വിനോദ് ഉദ്ഘാടനം ചെയ്യും. മാനേജർ CR രാജൻ അധ്യക്ഷത വഹിക്കും. ഉച്ചകഴിഞ്ഞ് റവന്യൂ മന്ത്രി K രാജൻ സീനിയർ സെക്കൻഡറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാനേജർ CR രാജൻ, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പാൾ PS ഉഷ, ക്ഷേമസമിതി പ്രസിഡന്റ് KR രാകേഷ് എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ വിദ്യാമന്ദിർ 1999 ആരംഭിച്ചത്. ഈ വർഷം അതിൻ്റെ 25ാമത് വാർഷിക ആണ്. നാളിതുവരെ CBSE അഫിലിയേഷൻ 2012 ലഭിച്ചു. 14 തൊട്ട് നമ്മുടെ എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ ബാച്ചിൽ ആരംഭിക്കുകയും അത് പരീക്ഷ എഴുതുകയും ചെയ്തിരുന്നു. 100% വിജയം എല്ലാ വർഷവും കിട്ടുകയും കഴിഞ്ഞ ഒരു 7 വർഷത്തോളം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന നമ്മുടെ വിദ്യാലയമാണ്. ആ നിലയ്ക്കുള്ള സ്കൂൾ നല്ല നിലയ്ക്ക് പോകുന്നു. പഠനവും പാഠ്യേതരവുമായ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തു വരുന്നു. ട്രസ്റ്റിൻ്റെ മുഖ്യ ലക്ഷ്യം ഇന്നത്തെ ഈ സമൂഹത്തിലുള്ള നമുക്ക് അനുഭവത്തിൽ അറിയാവുന്ന കാര്യമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക അവരുടെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ട്രസ്റ്റിൻ്റെ മുഖ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാലയത്തിലും ആ കാര്യമാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കും. ഇപ്പോൾ ഇന്ന് രാവിലെ പോലും ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ നടത്തുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കുട്ടികളെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് ആ ആശയത്തിൽ, ഗുരുദേവൻ്റെ ആശയത്തിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലും മുഖ്യമായി തന്നെ നമ്മൾ നിൽക്കുന്നു, കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഈ വർഷം ഞങ്ങൾ +2 ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടി നമുക്ക് ഈ ആനുവൽ ഡേ നടക്കുന്ന 19-ാം തീയതി നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജനാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അത് 2:30 പരിപാടി. അതിലെടുത്ത് അന്ന് തന്നെ ആനുവൽ ഡേയിലെ ഇത് രാവിലെ 9:30 വിദ്യാനികേതൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ വിനോദ് നിർവഹിക്കുന്നതായിരിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ തുടർച്ചയായി ഉന്നത വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 52 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 8 കുട്ടികൾ ഫുൾ A1, 23 കുട്ടികൾക്ക് 90% കൂടുതൽ മാർക്ക് ലഭിക്കുകയുണ്ടായി. 52-ൽ 47 കുട്ടികളും ഡിസ്റ്റിങ്ഷന് മേലെയുള്ള മാർക്കിൽ വിജയിക്കുകയുണ്ടായി. 60% മേലെ, അതായത് ഫസ്റ്റ് ക്ലാസ് വിജയത്തിൽ 5 കുട്ടികൾ മാത്രമാണ്. നമ്മുടെ റിസൾട്ട് ദേശീയ തലത്തിൽ വരെ അംഗീകാരം ലഭിച്ച ഒന്നാണ്. ഈ വർഷം CBSE ഓരോ വിദ്യാലയത്തിനും സ്കൂൾ പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കി അയക്കുകയുണ്ടായി. അവിടെയും നമ്മുടെ വിദ്യാലയം തന്നെയാണ് ഏറ്റവും തിളക്കമാർന്ന വിജയത്തിൽ ഉള്ളത്. സ്കൂളിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കേരള CBSE റിസൾട്ടും ദേശീയ CBSE റിസൾട്ടും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയം തന്നെയാണ് എല്ലാ വിഷയത്തിലും ഏറ്റവും മുൻപന്തിയിലുള്ളത്. പല ക്വാർട്ടേഴ്സിൽ നിന്നും നമുക്ക് അതിൻ്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ ദേശീയ തലത്തിൽ, അതായത് 500-ൽ 499 മാർക്ക് വാങ്ങി നമ്മുടെ വിദ്യാലയം ദേശീയ തലത്തിലും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ആ ഒരു വിജയം തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന ഓരോ രക്ഷിതാക്കളും സീനിയർ സെക്കൻഡറി എന്ന ഒരു ഉദ്യമം നാം തുടങ്ങുന്നതിന് പ്രാപ്തരാക്കിയത്. ഇന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ചു. എത്രയും പെട്ടെന്ന് സീനിയർ സെക്കൻഡറി ബ്ലോക്ക് തുടങ്ങണമെന്നാണ് ആഗ്രഹം. അതിൻ്റെ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ നിർവഹിക്കുന്നു. 25ാമത് വാർഷികം
വാർഷികാഘോഷം ഗുരുപ്രഭ 2025 ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി എം.വി. വിനോദ് നിർവഹിക്കുകയാണ്. LKG, UKG എന്നീ 2 ഡിവിഷനുമായി ആരംഭിച്ച നമ്മുടെ വിദ്യാലയം ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂൾ വിദ്യാലയം 25 വർഷം പിന്നിടുന്ന ഈ സമയത്ത് ദേശീയ ശ്രദ്ധയിൽ, അതായത് 500-ൽ 499 മാർക്ക് വാങ്ങി ദേശീയ തലത്തിൽ 2ാം സ്ഥാനം നേടിയ വിദ്യാലയമായി മാറി. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ UP-യിൽ സുൽത്താൻപൂരിൽ വെച്ച് നടന്ന അണ്ടർ 14 കാറ്റഗറി യോഗ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ വിദ്യാർത്ഥി ദേശീയ തലത്തിൽ തന്നെ 2ാം സ്ഥാനം നേടുകയുണ്ടായി. അപ്പോൾ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. അത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാലയമാണ് ഇന്ന് ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂൾ കോടാലി.